ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകൾ തന്നെയാണ് കേട്ടോ ഇന്നത്തേത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ കടയിൽ നിന്നൊക്കെ കുറേ അധികം തേങ്ങ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ കേരളം വിട്ടിട്ടൊക്കെ നാട്ടിൽ നിന്നൊക്കെ തേങ്ങ ഒക്കെ കൊണ്ടുവന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. തേങ്ങ നമ്മൾ എങ്ങനെ കൊണ്ടുപോകാനൊക്കെ വേണ്ടി പൊളിച്ചെടുക്കുമ്പം തേങ്ങേൻ്റെ മുകളിൽ ഈ ഒരു ചകിരി ഇതേപോലെ തന്നെ വെക്കണം കേട്ടോ. ഈ ഒരു ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ എങ്ങനെ തേങ്ങേൻ്റെ ഉള്ളിൽ വെള്ളം വറ്റിപ്പോയിട്ട് കൊട്ടത്തേങ്ങയായി പോകില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പ്, ചിലർക്കൊക്കെ തേങ്ങ പൊട്ടിക്കുമ്പം ഈ ഒരു തേങ്ങാമുറി ചിന്നി ചെതറിയിട്ടൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തേങ്ങേൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളം കുത്തിയെടുക്കുന്ന ഈ ഒരു 3 കണ്ണുള്ള ഭാഗമില്ലേ, ആ കണ്ണുള്ള ഭാഗത്തിൻ്റെ നേരെയായിട്ട് താഴോട്ടേക്കായിട്ട് ഇതേപോലെ വരയുണ്ടാവും. 3 വര തന്നെ ഉണ്ടാവും. ഈ ഒരു വരേൻ്റെ മുകളിലായിട്ട് കത്തി വെച്ചിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന കത്തിയോ കൊടുവാളോ എന്താച്ചാലും ഈ ഒരു വരേൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുക കേട്ടോ. ആ വരേൻ്റെ മുകളിൽ നോക്കിയിട്ട് റൗണ്ടായിട്ട് വരേൻ്റെ മുകളിൽ ഇതേപോലെ പൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് കറക്റ്റായിട്ട് തന്നെ പൊട്ടി വരും കേട്ടോ. ഇങ്ങനെ ചിന്നിച്ചെതറിയിട്ട് പോകുമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ആ വരേൻ്റെ മുകളിൽ നോക്കിയിട്ട് വെട്ടിക്കൊടുത്താൽ മതി. ഞാനത് ആ വരേൻ്റെ മുകളിൽ തന്നെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് തേങ്ങ ഒന്നും ചിന്നിച്ചെതറിയിട്ടൊന്നും പോയിട്ടില്ല. ശരിക്കും തന്നെ വെട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് കുറച്ചും കൂടെ മുകളിൽ താഴോട്ടായതിനെ കൊണ്ടാണ് ഒരു മുറി വലുതും ഒരു മുറി ചെറുതുമായി പോയത് കേട്ടോ. കുറച്ചും കൂടി മുകളിലോട്ടാണെങ്കിൽ 2 മുറി ഒരേ വലിപ്പത്തിൽ കിട്ടും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തേങ്ങാമുറി ഇങ്ങനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ കുറേ സമയം അടിക്കേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ അധിക സമയം അടിക്കേണ്ടി വരിക. ജസ്റ്റ് 3 തട്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു തേങ്ങാമുറി ശരിക്കും നമുക്ക് പൊട്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് 2-3 അടി അടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. അതും കറക്റ്റ് നല്ല വട്ടത്തിൽ തന്നെ വെട്ടിയിട്ടുണ്ട്. ചിന്നിച്ചെതറി പോയിട്ടൊന്നുമില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മളെ വീട്ടിൽ കത്തിയൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ട് ഇട്ടതോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കഴിയുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ തുരുമ്പ് പിടിച്ച പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ ഒരു തുരുമ്പ് പിടിച്ചത് പോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇത് ഞാൻ തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണ്. പഴയ കത്തിയാണ്. പിടിയൊന്നുമില്ല. പിടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തേങ്ങ വെട്ടാൻ അത്യാവശ്യം നമ്മൾ കൊടുവാളൊക്കെ ഇങ്ങനെ ദൂര സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവരാൻ പാടല്ലേ. അപ്പം വെയിറ്റിൻ്റെ അതൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയ അത്യാവശ്യം കുറച്ച് വലിയ ഒരു കത്തി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനുകൊണ്ടാണ് ഞാൻ തേങ്ങ വെട്ടാറ്. അതുകൊണ്ട് തന്നെ അതിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ആ തുരുമ്പ് പോക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി മുറി ചെറുനാരങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് പേസ്റ്റും കൂടെ എടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തിലും എത്തുന്ന രീതിയിലൊന്ന് കുറച്ച് സമയം ഇതേപോലെ ഉരച്ചു കൊടുക്കുക. ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഒരു തുരുമ്പിൻ്റെ കറയൊക്കെ ഇളകി വരുന്നതായിട്ട് കാണാം കേട്ടോ. ഈ ഒരു വെള്ള പേസ്റ്റ് എല്ലാം കൂടെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് മാറുന്നതായിരിക്കും കേട്ടോ. 2 ഭാഗത്തും ഇതേപോലെ തന്നെ ഇത് ഉരച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ എല്ലാ തുരുമ്പും ഇളകി വരും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നല്ല 2 ഭാഗത്തും നല്ലപോലെ നമ്മളിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അതിൻ്റെ മുകളിലുള്ള തുരുമ്പൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ ഉപയോഗിക്കാണ്ടൊക്കെ ഇട്ട കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പിടി ഉണ്ടാവില്ലല്ലോ. അതിനൊരു പിടി ഇല്ലാത്തതിനെ കൊണ്ടുവരാൻ നമ്മൾ തേങ്ങയൊക്കെ വെട്ടുമ്പോൾ കൈ നല്ലോണം വേദനിക്കും. നമ്മൾ കുറച്ച് ശക്തിയിലാണല്ലോ നമ്മൾ തേങ്ങേൻ്റെ മുകളിലിട്ട് കടിക്കുക. അതുകൊണ്ട് തന്നെ ഞാനൊരു തുണിയാണ് കേട്ടോ പിടിക്ക് പകരമായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ വേദനിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിടിയില്ലാത്ത കത്തിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ അത്യാവശ്യം കട്ടിയിലൊരു കവറോ ചുറ്റി കൊടുത്താൽ മതി. കൈ വേദനിക്കില്ല കേട്ടോ അത് ഉപയോഗിക്കുന്ന സമയത്ത്. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മളെ വീട്ടിൽ ചപ്പാത്തിക്കോല് അതേപോലെ തന്നെ വുഡിൻ്റെ സ്പൂണ് തവയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ ഇപ്പോൾ മഴക്കാലമൊക്കെ അതിനെ കൊണ്ട് പ്രത്യേകിച്ചും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു വെള്ള പൂപ്പൽ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ള പൂപ്പൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് തേച്ചിട്ട് ഒന്നിക്കിൽ അടുപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിലത്തോ വെച്ചിട്ട് ഇരുന്നാൽ മതി. എത്ര ദിവസം കഴിഞ്ഞാലും അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു വെള്ളപ്പൂപ്പൽ പിന്നെ പിടിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പെട്ടെന്നൊന്നും പൂപ്പൽ വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയൊന്നുമില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ചപ്പാത്തിക്കോലും തവയും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇപ്പം ഓണം വെക്കേഷനൊക്കെ തുടങ്ങി എല്ലാവരും വീട്ടിൽ നിന്ന് നാട്ടിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിപ്പും അതേപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ പൂപ്പ് വരാനും അതേപോലെ തന്നെ കറുത്ത പ്രാണികളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്കായിട്ട് നമുക്ക് ഒന്നിക്കിൽ ബേക്കിംഗ് സോഡ കെട്ടി വെച്ചിട്ട് ഇടാം അല്ലെങ്കിൽ മഞ്ഞൾ
മഞ്ഞൾപ്പൊടി ഇടാം, അതും അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം. അതും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് 2-3 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് കറുത്ത പ്രാണികളോ അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവോ പൂപ്പ് വരുമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും ഇതേപോലെ തന്നെ ഇരുന്നോളും. കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അതിനെ മൂടി അടച്ചിട്ട് നല്ലോണം എവിടെയെങ്കിലും വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് ഒരു പ്രാണി പോലും കയറത്തില്ല കേട്ടോ. ഇതന്നെ വറ്റൽമുളക് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചുവപ്പ് മുളകില്ലേ, മുളക് പൊടി, അത് കുറച്ചൊന്ന് വിതറി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് വിതറി കൊടുത്താലും മതിയാവും കേട്ടോ. ഇതൊക്കെ ചെയ്താലും ഇതിൻ്റെ അകത്ത് പ്രാണി വരത്തില്ല കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ ചെറുനാരങ്ങ എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ആ ചെറുനാരങ്ങ കല്ല് പോലെ ഉണ്ടാവില്ലേ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചെറുനാരങ്ങയും അതേപോലെ തന്നെ ചെറുതായിട്ട് ഉണങ്ങിപ്പോവാനൊക്കെ തുടങ്ങിയ ചെറുനാരങ്ങയും അല്ലെങ്കിൽ കുറച്ച് പഴുക്കാത്ത പച്ച നിറത്തിലുള്ള ചെറുനാരങ്ങയൊക്കെ ഭയങ്കരമായിട്ട് കല്ല് പോലെ കട്ടിയായിട്ടുണ്ടാവും. അത് പിഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മുഴുവനായിട്ട് നീരെടുക്കാൻ പറ്റില്ല. കുറേ നമ്മൾ കൈ കൊണ്ടിട്ട് ഇങ്ങനെ ഞെരണ്ടിയൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ തറയിൽ വെച്ചിട്ടൊന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതും അല്ലെങ്കിൽ നമ്മളടുത്ത് കട്ടിയുള്ള എന്തെങ്കിലും ഇതേപോലെ ഇടികല്ലോൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആയി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ഉള്ളിലെ നീര് നമുക്ക് മുഴുവനായിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അധികം നമ്മൾ കൈകൊണ്ട് ഞെക്കിപ്പിന്ന് കളിക്കേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ പറ്റും കേട്ടോ. അതാ നല്ലോണം അത് ഞെങ്ങി വന്നിട്ടുണ്ട്. കല്ല് പോലെയുള്ളതൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. ഉണങ്ങാൻ തുടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്താൽ അതിൻ്റെ അകത്തുള്ള മുഴുവനായിട്ടുള്ള നീരും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ തേങ്ങയൊക്കെ വെട്ടി തേങ്ങാമുറിയൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാലും ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങാമുറിൻ്റെ ഉള്ളിലൊരു വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു തരി പൊടിയുപ്പ് എടുക്കുക. പൊടിയുപ്പ് എടുത്തിട്ട് നമ്മൾ തേങ്ങാമുറിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തിലും എത്തുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. എത്ര ദിവസം കഴിഞ്ഞാലും ഈ ഒരു തേങ്ങാമുറി കേടായി പോയില്ല കേട്ടോ. എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ എത്തും കേട്ടോ. അതിൽ കൂടുതലൊന്നും ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സൂക്ഷിക്കില്ലല്ലോ. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഈ ഒരു തേങ്ങാമുറിൻ്റെ ടേസ്റ്റ് മാറുമോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വഴുവഴുപ്പ് പോലെ വരുമോ ഒന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. തേങ്ങാമുറി മാത്രമല്ല, തക്കാളിയൊക്കെ നമ്മൾ പകുതിയൊക്കെ മുറിച്ചിട്ട് ബാക്കി വന്നതും അതേപോലെ വലിയ ഉള്ളിയൊക്കെ അത് എല്ലാം ഇങ്ങനെ ഉപ്പ് ഒന്ന് തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സ്പൂണിൽ ഈ ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ പേസ്റ്റാണ് കേട്ടോ. നമ്മൾ പല്ല് തേക്കുന്ന കോൾഗേറ്റിൻ്റെ ബ്ലൂ കളർ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഞാനൊരു അടിപൊളി ടിപ്പ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ടിപ്പ് തന്നെയായിരിക്കും കേട്ടോ. ഇതൊരു മണി സേവിങ് ടിപ്പും കൂടിയാണ്. നമ്മളെ ഗ്യാസിൽ നമ്മൾ ഈ ഒരു ബർണറിൻ്റെ ഈ ഒരു ഹോൾസിലൂടെ അല്ലാതെ അതിൻ്റെ സൈഡിലൂടെയൊക്കെ ചിലപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്താൽ തീ കത്തുന്നതായിട്ട് കാണാം. കാരണം അവിടെയൊക്കെ ലീക്കായിട്ടാണ് അങ്ങനെ കത്തുന്നത്. ഒത്തിരി പഴയ ഗ്യാസൊക്കെ ആണെങ്കിലാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുക. എൻ്റെ വീട്ടിലെ ഗ്യാസിന് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഗ്യാസ് അതിലൂടെ ചിലവായി പോവുകയും ചെയ്യും. അധിക അളവിൽ ഗ്യാസ് പുറത്തേക്ക് വരികയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ബർണറിൻ്റെ ഈ ഒരു റൗണ്ടിൽ ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ താഴെ നമ്മൾ ബർണർ വെക്കുന്ന സ്ഥലമില്ലേ, ആ ഈ ഒരു റൗണ്ടിലും ചുറ്റും ഈ ഒരു പേസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എത്ര വലിയ ലീക്ക് ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. നമ്മൾ പിന്നെ ഗ്യാസ് ഓണാക്കി നോക്കുമ്പം ശരിക്കും ഞെട്ടിപ്പോവും. ആ ഒരു ലീക്കൊക്കെ മാറിയിട്ട് നല്ല രീതിക്ക് ആ ഒരു ഹോൾസിലൂടെ മാത്രമായിരിക്കും ഈ ഒരു തീ കത്തുന്നത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചിലപ്പോൾ നമ്മളൊക്കെ ഇതുണ്ടാവും ഇങ്ങനെ ചെറുങ്ങനെയൊക്കെ ലീക്കായിട്ട് ഇതിലൂടെയൊക്കെ കത്തുന്നുണ്ടാവും. അതൊക്കെ നല്ലോണം മാറിക്കിട്ടും കേട്ടോ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഗ്യാസ് നമ്മൾ ബർണർ ഉപയോഗിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പാല് അല്ലെങ്കിൽ അരിയൊക്കെ തിളച്ചൊക്കെ മറിയുമ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു സുഷിരത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് അത് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ എപ്പോഴും നോക്കുക എല്ലാവരുടെയും ശരിക്കും കത്തുന്നുണ്ടോയെന്ന്, ഏതെങ്കിലും സുഷിരത്തിലൂടെ ഗ്യാസ് വരാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അതിലൂടെ ഒത്തിരി ഗ്യാസ് നമുക്ക് ചിലവായി പോവുകയാണല്ലോ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്